കോഴിക്കോട് വിസ തട്ടിപ്പിൽ നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടതായി പരാതി. പുതിയറയിൽ പ്രവർത്തിച്ചിരുന്ന റംബിൾ ഹോളിഡേയ്സ് എന്ന സ്ഥാപനം വ്യാജരേഖകൾ നിർമ്മിച്ച് വിദേശത്തേക്കുള്ള വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന് മലപ്പുറം സ്വദേശിയാണ് പരാതി നൽകിയത്. പോളണ്ട് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത യുവാക്കളിൽ നിന്നും വലിയ തുക കോഴിക്കോട് പുതിയറ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം വഴി തട്ടിയെടുത്തെന്നാണ് പരാതി. സ്ഥാപനത്തിനെതിരെ മലപ്പുറം സ്വദേശിയാണ് കോഴിക്കോട് കസബ സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. റംബിൾ ഹോളിഡേയ്സ് ട്രാവൽസ് ഉടമ ഫറോക്ക് സ്വദേശിയായ റിജാസ് കളത്തിങ്കൽ, സ്ഥാപനം നടത്തിപ്പുകാരിയും മാനേജറുമായ വയനാട് സ്വദേശിനി അമല ജോൺ, തൃശൂർ സ്വദേശി ഫസ്മല എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ. 4,90,000 രൂപ വിസക്ക് വേണം. വർക്കിംഗ് വിസ, നിങ്ങൾക്ക് ജോബ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ വിടുന്നത്. 5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ കുറയാത്ത ശമ്പളങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ കുറഞ്ഞിക്കാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നോളി, ക്യാഷ് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാക്കി കാശുമായി ഞങ്ങൾ ചെന്ന സമയത്ത് ഇവർ പറഞ്ഞ് എല്ലാ സംഗതികളും ശരിയായിട്ടുണ്ട് നിങ്ങളെ. അപ്പം നമ്മൾ ചോദിച്ചു, നിങ്ങൾ VFS നമുക്ക് കാണിച്ചു തരും, വർക്ക് വിസ നമുക്ക് കാണിക്കും. അപ്പോൾ അത് ടൂറിസ്റ്റ് വിസയുടെ പേപ്പറാണ് അവർ കാണിച്ചു തന്നത്. യാതൊരു ട്രാവൽസ് ഇല്ല എന്നാണ് പറയുന്നത്. യാതൊരു സംഗതി ഇല്ല, ഇവർക്കാണ് ലൈസൻസ് ഉള്ളത് പോളണ്ടിക്ക് വിടാനുള്ള എന്നാണ് ഇവർ പറഞ്ഞ് നമ്മളെ. ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പല വാഗ്ദാനങ്ങളും പറഞ്ഞ് എൻ്റെ മകനെയും നമ്മളെയും ചീറ്റ് ചെയ്യുമായിരുന്നു ഈ ട്രാവൽസ്. ഓരോ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്നും 4 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് സംഘം തട്ടിയെടുത്തത്. നിരവധി പേരിൽ നിന്നും പണം തട്ടിയ ശേഷം വിസ നൽകാതെ പ്രതികൾ സ്ഥാപനം പൂട്ടി കടന്നുകളയുകയായിരുന്നു. ചതിക്കപ്പെട്ടെന്ന് ബോധ്യമായ ഉദ്യോഗാർത്ഥികൾ പ്രതികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല. പ്രതികളുടെ ഉന്നത തലങ്ങളിലുള്ള സ്വാധീനം കാരണം പോലീസ് പരാതിയിൽ കേസെടുത്തിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് ആരോപണം. ഇഷ്ടം പോലെ ആളുകളെ തന്നെ പൈസ തട്ടിയിട്ടുണ്ടെന്നാണ്, കോടിക്കണക്കിന് ഉറുപ്പിക വരെ തട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് നീതി കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. വിവിധ ബാങ്കുകളുടെ വ്യാജരേഖകളും വ്യാജ ഇൻകം ടാക്സ് രേഖകളും കൃത്രിമമായി നിർമ്മിച്ച കേന്ദ്ര സർക്കാർ ഇൻഡസ്ട്രിയൽ രേഖകളും ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. റംബിൾ ഹോളിഡേയ്സ് എന്ന ട്രാവൽസ് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ നിരവധി പേരാണ് ഇപ്പോഴും പരാതിയുമായി രംഗത്തുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ 3 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസിന് ഇതുവരെ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടില്ല. പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ഇരകൾക്കുണ്ട്. ആവർത്തിക്കപ്പെടുന്ന ഇത്തരം തട്ടിപ്പുകൾ തടയാൻ പ്രതികളെ ഉടൻ പിടികൂടേണ്ടതുണ്ട്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.